നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ഒരു വലിയ കപ്പൽശാല വരുന്നത്, ഒരു പോർട്ട് വരുന്നത് 70കളിൽ കൊച്ചി തുറമുഖം. അത് മാത്രമല്ല, തിരുവനന്തപുരത്തിൻ്റെ 10 നോട്ടിക്കൽ മൈൽ അകലക്കൂടെയാണ് അന്താരാഷ്ട്ര കപ്പൽശാല പോകുന്നത്. ഈ കപ്പൽശാലകളിലൂടെ അനവധി ഷിപ്പുകൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 200-നടുത്ത കപ്പലുകൾ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര കപ്പൽശാലയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കാം. പക്ഷേ 10 വർഷത്തോളമായി കൊച്ചിൻ തുറമുഖം വന്നിട്ട്, പക്ഷെ നമുക്ക് കേരളീയർക്ക് കേരളത്തിനടുത്തൊരു കപ്പൽ അപകടം ഒരു സുപരിചിതമായ ഗമ്യമല്ല. നമ്മുടെ ശ്രദ്ധയിൽ ഇന്നേ വരെ പെട്ടിട്ടില്ല. മെയ് മാസം 25-ാം തീയതി ഒരു കപ്പൽ അപകടം നടന്നു. ഒരു MSCയുടെ ഒരു ഷിപ്പ് അത് ക്യാപ്സൈസ് ചെയ്തു. ഒരു 14 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ചരക്ക് കപ്പൽ തീപിടിക്കുന്നു. അതും വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ്. ഇത് വല്ലാത്ത ഒരു ആകാംക്ഷയാണ് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ കപ്പൽ നിന്നും പുറന്തള്ളപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടെയ്നർ മറിഞ്ഞു വീണ് അതിൽ നിന്നും പുറത്തു വന്ന പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസ് നമ്മുടെ തീരപ്രദേശത്ത് മുഴുവൻ അടിഞ്ഞിരിക്കുകയാണ്, പ്രത്യേകിച്ച് തെക്കൻ തീരപ്രദേശത്ത്. അത് മത്സ്യബന്ധനത്തിന് പോകുന്നവരുടെ ഇടയിൽ വല്ലാത്തൊരു ആശങ്കയുണ്ടാക്കുന്നു. അതിനിടയിൽ തന്നെ ഒരു വല്ലാത്തൊരു പ്രചാരണം ഉണ്ടായിരുന്നു. ഈ രാസവസ്തുക്കൾ, രാസമാലിന്യങ്ങൾ, അല്ലെങ്കിൽ ഈ കപ്പലിലുണ്ടായിരുന്ന രാസവസ്തുക്കൾ സമുദ്രത്തിലെ വെള്ളവുമായി കലർന്ന് കലർന്നത് കൊണ്ട് ഇനി മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യം ഭക്ഷ്യയോഗ്യമല്ല എന്നൊരു തരത്തിൽ വലിയൊരു തിരിച്ചടിയായിരുന്നു. അതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അത് ഞാൻ നേരത്തെ നമുക്കിവിടെ തന്നെ സമകാലികത്തിൽ എനിക്ക് ഒരാഴ്ച 10 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന സമകാലികത്തിൽ അത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. സമുദ്രത്തിലെ ഇന്ത്യൻ ഓഷനിലെ വെള്ളം എത്രയുണ്ടെന്നും അത് കമ്പയർ ചെയ്യുമ്പോൾ കടലിൽ കായം കലക്കുന്നത് പോലെ ഉള്ളൂ എന്ന് നമ്മൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞതാണ്. എങ്കിലും ഇന്നും ഇപ്പോൾ രണ്ടാമത്തെ ഷിപ്പ് അതിനകത്ത് മാലിന്യങ്ങളുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ന്യൂസ് വന്നിട്ടുണ്ട്. പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പൗഡർ വരെ അതിനകത്തുണ്ട്. അത് പൊട്ടിത്തെറിക്കുകയാണ്. എക്സ്പ്ലോസീവ്സ് ആണ് അതിനുള്ളത്. അതെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ കപ്പലിനടുത്തോട്ട് ആർക്കും ചെല്ലാൻ പറ്റുന്നില്ല. ശരിയാണ്, അതിനകത്ത് എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനകത്തോട്ട് കയറി ചെന്ന് അതിനകത്ത് ആദ്യം നോക്കുന്നത് ഒരു ഷിപ്പിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ, ഷിപ്പ് പിന്നീട് ക്യാപ്സൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ടായാൽ ആദ്യം അതിനകത്തുള്ള മനുഷ്യജീവനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം കപ്പലിനെ രക്ഷപ്പെടുത്താനൊക്കെ അല്ലെങ്കിൽ ചരക്കിനെ രക്ഷപ്പെടുത്താനൊക്കെ എന്നുള്ള രണ്ടാമത്തെ പിന്നീടുള്ള പ്രയോജനമാണ്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ മിസ്സിങ് മരിച്ചു പോയിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആൾക്കാരുണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും രക്ഷപ്പെടുത്തി. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ജനത്തിൻ്റെ ഉള്ളിലുള്ള ആശങ്ക എന്ന് പറയുന്നത് അതിനകത്തുള്ള രാസമാലിന്യങ്ങൾ വീണ്ടും കടലിൽ കലരുമോ, അതുവഴി നമ്മുടെ തീരദേശത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, ഈ രീതിയിലാണ് പോകുന്നത്. ഒരു വർഷത്തിൽ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ ഞാൻ പറഞ്ഞാണ്, ഒരു വർഷത്തിൽ ലോകത്ത് 60 മുതൽ 100 കപ്പലുകൾ വരെ പല ആക്സിഡൻറ്റിൽപ്പെട്ട് കടലിൽ താഴുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും കുറയ്ക്കാം. കുറഞ്ഞത് 60, കൂടിയത് 100, അത് 100-ന് മുകളിലും റെക്കോർഡ് ചെയ്തിട്ടുള്ള വർഷങ്ങളുണ്ട്. പക്ഷേ അത് നമുക്ക് ഈ സുപരിചിതമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് നമുക്കതിൽ വലിയ ഒരു ആങ്സൈറ്റി തോന്നുന്നത്. ഇപ്പോൾ പിന്നീട് മുംബൈ തുറമുഖത്തിൽ 2 കൂറ്റൻ കപ്പലുകൾ, ചരക്ക് കപ്പൽ കൂട്ടി അപകടം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ വളരെ 10, 25, 50 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അതിലൊക്കെ ഇത്രയേറെ അപകടകരമായ വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. രാസമാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. പഴയ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ എങ്കിലും ഈ അപകടങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു ആകാംക്ഷ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും.